Hi, welcome to MATCOM. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്പം അല്ലെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻ കിട്ടും. ആ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയാൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്ക് നേടാനായിട്ട് പറ്റുകയും ചെയ്യും. സോ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് ചാനലിൽ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമുമായി ബന്ധപ്പെട്ടും നാഷണൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വേരിയസ് വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങളത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആർ ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം ഗിവൺ ബിലോ. റെക്ടാംഗിൾ റെപ്രസെന്റ്സ് മെയിൽസ്, ട്രയാംഗിൾ റെപ്രസെന്റ്സ് എഡ്യൂക്കേറ്റഡ്, സർക്കിൾ റെപ്രസെന്റ്സ് അർബൻ, സ്ക്വയർ റെപ്രസെന്റ് ഗവൺമെന്റ് എംപ്ലോയീസ്. ഈ ചിത്രത്തെ ആസ്പദമാക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചതുരം പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു, ത്രികോണം വിദ്യാഭ്യാസമുള്ളവരെ സൂചിപ്പിക്കുന്നു, വൃത്തം നഗരവാസികളെ സൂചിപ്പിക്കുന്നു, സമചതുരം സർക്കാർ ജീവനക്കാരെ സൂചിപ്പിക്കുന്നു. ഇങ്ങനൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റെക്ടാംഗിൾ റെപ്രസെന്റ് മെയിൽസ്. അപ്പൊ എന്താണ് ഈ റെക്ടാംഗിളിലുള്ള മുഴുവൻ ആളുകളാണ് എന്തെന്ന് പറയുന്നത്, ആളുകളുടെ മൊത്തം എണ്ണം എന്ന് പറയുന്നത്. നമുക്ക് ചുമ്മാ ഒരു ഇതൊന്ന് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിനുശേഷം എല്ലാ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞ ആവശ്യമില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, മൊത്തം ആണുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് വരും? 16 18. 18 × 24, 24 10 34, 34 8 42, 42 + 15, 42 + 15 എന്ന് പറയുമ്പോൾ 57, 57 6 63. ഒന്നുകൂടെ പറയാം, 18 16 34, 34 8 42, 42 15 57, 57 6 63. അപ്പൊ മൊത്തം ആണുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 63 ആണ്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്, റെക്ടാംഗിൾ റെപ്രസെന്റ്സ് മെയിൽ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോ പാർട്ട് എടുത്താൽ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന ഈ ഒരു ട്രയാംഗിൾ പാർട്ട് എടുക്കുവാണെങ്കിൽ, ഈ ട്രയാംഗിൾ എന്ന് പറയുന്നത് എന്തിനകത്തൊക്കെയാ? ഈ ട്രയാംഗിൾ എന്ന് പറയുന്നത് ഈ റെക്ടാംഗിളിനും ഈ സർക്കിളിനും ഉള്ളിലാണ്. അപ്പൊ ട്രയാംഗിൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ട്രയാംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഡ്യൂക്കേറ്റഡ് ആണ്. അതിനകത്ത് തന്നെ എന്ത് വരുന്നുണ്ട്? ഒരു റെക്ടാംഗിൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? മെയിൽ ആണ്. അപ്പം ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേറ്റഡ് മെയിൽ ആണ്. അത് എന്തിനകത്താ വരുന്നത്? അത് സർക്കിളിനകത്താ വരുന്നത്. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? 6 എന്ന് പറയുന്നത് അർബൻ എഡ്യൂക്കേറ്റഡ് മെയിൽ ആണ്. അപ്പൊ അർബൻ എഡ്യൂക്കേറ്റഡ് മെയിലിന്റെ എണ്ണമാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരെണ്ണം എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ 8 എടുക്കുവാണെങ്കിൽ, ഈ 8 എന്ന് പറയുന്നത് എന്തിനകത്തൊക്കെ വരുന്നത്? റെക്ടാംഗിളിനകത്തും സ്ക്വയറിനകത്തും സർക്കിളിനകത്തും വരുന്നത്. റെക്ടാംഗിൾ എന്താ? റെക്ടാംഗിൾ എന്ന് പറയുന്ന മെയിൽ ആണ്. ഓക്കെ, സ്ക്വയർ എന്താ? സ്ക്വയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം മെയിൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. സർക്കിൾ എന്താ? സർക്കിൾ അർബൻ ആണ്. അപ്പൊ 8 എന്ന് പറയുന്നത് എന്താണ്? അർബൻ ഗവൺമെന്റ് എംപ്ലോയി മെയിൽ. അർബൻ ഗവൺമെന്റ് എംപ്ലോയി മെയിൽ. അർബൻ ഗവൺമെന്റ് എംപ്ലോയി മെയിൽ ആണ് എന്നു പറയുന്നത് ഈ 8 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമുക്ക് ഓരോ പാർട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനകത്ത് ഏത് പാർട്ട് വേണമെങ്കിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാം കൂടി ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. സോ തന്നിരിക്കുന്ന ഒന്നാമത്തെ, ഹൗ മെനി എഡ്യൂക്കേറ്റഡ് അർബൻ മെയിൽ റെസിഡൻസ് ആർ ദെയർ? നഗരത്തിൽ വസിക്കുന്ന വിദ്യാഭ്യാസമുള്ള പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഡ്യൂക്കേറ്റഡ് അർബൻ മെയിൽ റെസിഡന്റ്. സോ എന്താണ് അത് ഇങ്ങോട്ട് എഴുതി നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ഇപ്പം സോൾവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് അർബൻ മെയിൽ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ട്രയാംഗിൾ ആണ്. എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത് ട്രയാംഗിൾ ആണ്. ദെൻ അർബൻ എന്ന് പറയുന്നത് എന്താണ്? അർബൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. ട്രയാംഗിൾ ആണ്, സർക്കിൾ ആണ്. ദെൻ മെയിൽ എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിൾ ആണ്. അപ്പൊ എന്താ ശരിക്കും വരുന്നത്? ട്രയാംഗിളും സർക്കിളും റെക്ടാംഗിളോടെ കൂടിച്ചേരുന്ന പോർഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ട്രയാംഗിൾ, സർക്കിൾ, റെക്ടാംഗിൾ, അർബൻ എഡ്യൂക്കേറ്റഡ് മെയിൽ. അപ്പൊ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ഈ പാട്ടെടുത്ത് എന്നിട്ട് ട്രയാംഗിൾ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. പക്ഷെ ഈ 13 എന്തുകൊണ്ട് എടുക്കാതെ? അവിടെ റെക്ടാംഗിൾ വരുന്നില്ല. ദാറ്റ് മീൻസ് മെയിൽ കൺസിഡേർഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പം അർബൻ എഡ്യൂക്കേറ്റഡ് മെയിൽ എന്ന് പറയുന്നത് 6 പേരാണ്. അപ്പൊ കീവേഡ് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ഇതായിരിക്കും. ഓപ്ഷൻ 2 ആയിരിക്കും. ഓപ്ഷൻ 2 6 ആയിരിക്കും അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷനിലേക്ക് പോയാൽ, ഹൗ മെനി എംപ്ലോയീസ് ആർ നെയ്തർ എ ഗവൺമെന്റ് എംപ്ലോയി നോട്ട് എഡ്യൂക്കേറ്റഡ്? അതായത് ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല, എഡ്യൂക്കേറ്റഡും ആവാൻ പാടില്ല, പക്ഷെ അർബൻ ആയിരിക്കണം, മെയിൽ ആവാനും പാടില്ല.
അപ്പൊ എന്താണ് ഗവൺമെന്റ് എംപ്ലോയി ആവരുത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവർ പറയുന്ന കണ്ടീഷൻ ഒന്ന്, ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല. ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല, എഡ്യൂക്കേറ്റഡ് ആവാൻ പാടില്ല, വിദ്യാഭ്യാസം ഉണ്ടാവരുത്. ദെൻ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് അർബൻ ആയിരിക്കണം, പക്ഷെ മെയിൽ ആവരുത്. അപ്പൊ എന്താണ്? മെയിൽ ആവാനും പാടില്ല, അർബൻ ആവുകയും വേണം. മെയിൽ ആവാൻ പാടില്ല, അർബൻ ആവുകയും വേണം. അതിന്റെ മലയാളം ക്വസ്റ്റ്യൻ വായിച്ചാൽ ഇച്ചിരൂടെ മനസ്സിലാവും. സർക്കാർ ജീവനക്കാരനോ വിദ്യാഭ്യാസമുള്ളവനോ പുരുഷനോ അല്ലാത്ത, ഇതൊന്നും ആവാൻ പാടില്ല. സർക്കാർ ജീവനക്കാരനോ വിദ്യാഭ്യാസമുള്ളവനോ പുരുഷനോ ആവാൻ പാടില്ല, പക്ഷേ നഗരത്തിൽ വസിക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ നമ്മൾ നോക്കിക്കേ, ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല. ഏതാ ഗവൺമെന്റ് എംപ്ലോയി? സ്ക്വയർ. അപ്പൊ സ്ക്വയറിനുള്ളിൽ വരാൻ പാടില്ല. സ്ക്വയറിനുള്ളിൽ വരാൻ പാടില്ല. മനസ്സിലായി? ദെൻ എഡ്യൂക്കേറ്റഡ് ആവാൻ പാടില്ല. ഏതാ എഡ്യൂക്കേറ്റഡ്? ട്രയാങ്കിൾ. അപ്പൊ സ്ക്വയറിനുള്ളിലും വരരുത്, ട്രയാങ്കിളിനുള്ളിലും വരരുത്. മെയിൽ എന്ന് പറയുന്നത് എന്താ? റെക്ടാങ്കിൾ. റെക്ടാങ്കിളിലും വരരുത്, റെക്ടാങ്കിളിലും വരരുത്. അപ്പൊ എന്താണ്? സ്ക്വയറിൽ വരരുത്, ട്രയാങ്കിളിൽ വരരുത്, റെക്ടാങ്കിളിലും വരരുത്. ഓക്കെ. അർബൻ ഏതാ? അർബൻ എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിളിൽ വരികയും വേണം. അതായത് സർക്കിളിൽ മാത്രം വരികയും സർക്കിളിൽ മാത്രം വരികയും ട്രയാങ്കിളിലോ റെക്ടാങ്കിളിലോ സ്ക്വയറിലോ വരാത്തവരാണ് എന്ത് വരിക? നോട്ട് എ ഗവൺമെന്റ് എംപ്ലോയി, നോട്ട് എ എഡ്യൂക്കേറ്റഡ്, നോട്ട് എ മെയിൽ. അർബൻ മാത്രമായി വരുന്നത്. ഓക്കെ. അർബൻ, അൺഎഡ്യൂക്കേറ്റഡ്, ഗവൺമെന്റ് എംപ്ലോയി, ഫീമെയിൽ. മെയിൽ അല്ലാത്ത ഫീമെയിൽ നമുക്ക് അസ്യൂം ചെയ്യാം, ബട്ട് യാഥാർത്ഥ്യത്തിൽ ശരിയല്ല, ബട്ട് എങ്കിലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതായത് ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്തത് കൊണ്ട് എവിടെ വരാൻ പാടില്ല? സ്ക്വയറിൽ വരാൻ പാടില്ല. എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് എവിടെ വരാൻ പാടില്ല? ട്രയാങ്കിളിൽ വരാൻ പാടില്ല. മെയിൽ അല്ലാത്തതുകൊണ്ട് എന്താണ്? റെക്ടാങ്കിളിൽ വരാൻ പാടില്ല. ഒരു കണ്ടീഷൻ എന്താണ്? സർക്കിളിൽ ആവുകയും വേണം. അങ്ങനെ വരുന്ന ഏതാണ്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്താൽ സർക്കിളിൽ മാത്രം വരികയും ബാക്കി ഒന്നിലും വരാതിരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പാർട്ട് മാത്രമാണ്. കാരണം ഈ പാട്ട് നോക്കി, സ്ക്വയറിൽ വരുന്നില്ല, റെക്ടാങ്കിളിൽ വരുന്നില്ല, ട്രയാങ്കിളിൽ വരുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 4 ആണ്. ക്ലിയർ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 4. ഡൺ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആർ മെയിൽ അർബൻ റെസിഡന്റ് ഓൾസോ ഗവൺമെന്റ് എംപ്ലോയി? നഗരത്തിൽ വസിക്കുന്ന സർക്കാർ ജീവനക്കാരായ പുരുഷന്മാരുടെ എണ്ണം. മെയിൽ ആവണം, അർബൻ ആവണം, ഗവൺമെന്റ് എംപ്ലോയി ആവണം. ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? മെയിൽ ആവണം, അർബനും ആവണം, ഗവൺമെന്റ് എംപ്ലോയിയും ആവണം. ഏതാ ഗവൺമെന്റ് എംപ്ലോയി? ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഗവൺമെന്റ് എംപ്ലോയി സ്ക്വയർ ആണ്. അർബൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. മെയിൽ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. അപ്പൊ എന്താണ്? റെക്ടാങ്കിളും സർക്കിളും സ്ക്വയറും ആവണം. റെക്ടാങ്കിൾ, ദിസ് ഈസ് റെക്ടാങ്കിൾ. ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പത്തിന് ഞാനൊന്ന് ബാക്കിയുള്ള പാട്ടിനെ റൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇച്ചിരി ക്ലിയർ ആവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ സ്ക്വയറിൽ വരണം. സ്ക്വയറിൽ വരണം. ഡൺ. സ്ക്വയറിനകത്ത് വരണം. ദെൻ എവിടെയാണ്? അർബൻ ആവണം. അർബൻ ആവണമെന്ന് പറഞ്ഞാൽ സർക്കിളിനുള്ളിൽ വരണം. പിന്നെന്താണ്? മെയിൽ ആവണം. മെയിൽ എന്ന് റെക്ടാങ്കിളിനുള്ളിൽ വരണം. സോ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യുന്നത് എവിടെയുള്ളൂ? മൂന്നും കൂടെ കണക്ട് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. കറക്റ്റ്. മൂന്നും കൂടെ കണക്ട് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. അപ്പൊ എന്താണ്? മെയിൽ അർബൻ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നത് 8 പേരായിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 8 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ വീണ്ടും അടുത്ത ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് റൈസ് ചെയ്യാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ അടുത്ത ഓപ്ഷൻ നോക്കിയാൽ അടുത്ത് തന്നിരിക്കുന്നത്, ഹൗ മെനി ഫോളോയിങ് ആർ അൺഎഡ്യൂക്കേറ്റഡ് മെയിൽ നെയ്തർ ആൻ അർബൻ ഓർ എ ഗവൺമെന്റ് എംപ്ലോയി? സോ തന്നിരിക്കുന്നത് എന്താണ്? അൺഎഡ്യൂക്കേറ്റഡ് മെയിൽ. എന്തൊക്കെയാണ്? അൺഎഡ്യൂക്കേറ്റഡ് മെയിൽ നെയ്തർ എ ഗവൺമെന്റ് എംപ്ലോയി. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല. അതുപോലെ എന്താണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്? അർബൻ ആവാനും പാടില്ല. എന്നോട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അൺഎഡ്യൂക്കേറ്റഡ് മെയിൽ നെയ്തർ ആൻ അർബൻ ഓർ എ ഗവൺമെന്റ് എംപ്ലോയി ആവരുത്, അർബൻ ആവരുത്, എഡ്യൂക്കേറ്റഡ് ആവരുത്, പക്ഷെ ആളായിരിക്കണം. സോ നമ്മൾ നോക്കിയേ, മെയിൽ ആവണം. അപ്പൊ എന്താണ്? ഒബ്വിയസ്ലി റെക്ടാങ്കിളിനുള്ളിൽ വരണം. മെയിലാണ്. സോ ഒബ്വിയസ്ലി റെക്ടാങ്കിളിനുള്ളിൽ വരണം. ദെൻ എഡ്യൂക്കേറ്റഡ് ആവാൻ പാടില്ല. പറഞ്ഞിരിക്കുന്നതാണ് എഡ്യൂക്കേറ്റഡ് ആവാൻ പാടില്ല. എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്തതാണ് ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിളിന് വെളിയിലായിരിക്കണം.
റെക്ടാങ്കിളിനുള്ളിൽ ട്രയാങ്കിളിന് വെളിയിലായിരിക്കണം. ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല. അപ്പൊ എന്താണ്? സ്ക്വയറിന് വെളിയിലാവണം. അർബൻ ആവാൻ പാടില്ല. അപ്പൊ എന്താണ്? സർക്കിളിന് വെളിയിലായിരിക്കണം. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന് വെളിയിലായിരിക്കണം. ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്ക്വയറിന് വെളിയിലാവണം. അർബൻ എന്ന് പറയുമ്പോൾ സർക്കിളിന് വെളിയിലാവും. അപ്പം സർക്കിളിന് വെളിയിലാവണം, സ്ക്വയറിന് വെളിയിലാവണം, ട്രയാങ്കിളിന് വെളിയിലാവണം, പക്ഷെ റെക്ടാങ്കിളിനുള്ളിലായിരിക്കണം. ഇതൊന്നും അല്ലാതെ റെക്ടാങ്കിളിനുള്ളിൽ മാറി കിടക്കുന്ന പാട്ട് ഏതേ ഉള്ളൂ? ഈ 18 ഉള്ളൂ. അപ്പൊ ഈ 18 കറസ്പോണ്ടിങ് ടു അൺഎഡ്യൂക്കേറ്റഡ് ഗവൺമെന്റ് എംപ്ലോയി അർബൻ. അൺഎഡ്യൂക്കേറ്റഡ് ഗവൺമെന്റ് എംപ്ലോയി അർബൻ എന്ന് പറയുന്നു. അൺഎഡ്യൂക്കേറ്റഡ് ഗവൺമെന്റ് എംപ്ലോയി അർബൻ എന്ന് പറയുന്നു. അപ്പൊ എന്താണ്? 18 പേര്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 18 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 18 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആർ അൺഎഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് അർബൻ മെയിൽ? അൺഎഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് അർബൻ മെയിൽ. സോ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യുവാണെങ്കിൽ uneducated, unemployed, urban male. അർബൻ മെയിൽ, അർബൻ എന്ന് പറയുമ്പോൾ ഒന്ന് സർക്കിൾ ആയിരിക്കണം, മെയിൽ എന്ന് പറയുമ്പോൾ റെക്ടാങ്കിൾ ആയിരിക്കണം. ദെൻ അൺഎംപ്ലോയിഡ്, അപ്പൊ എംപ്ലോയ്മെന്റ് ഉള്ളവരാരും സ്ക്വയറിനുള്ളിൽ ആവരുത്. എഡ്യൂക്കേറ്റഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിനുള്ളിൽ ആവരുത്. ട്രയാങ്കിളിനുള്ളിലും ആവരുത്, സ്ക്വയറിനുള്ളിലും ആവരുത്. സോ ട്രയാങ്കിളിനുള്ളിൽ ആവരുത്, സ്ക്വയറിനുള്ളിൽ ആവരുത്, ബട്ട് സർക്കിളിനും റെക്ടാങ്കിളിനും ഉള്ളിലാവണം. സോ നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്തു, റെക്ടാങ്കിളും കൺസിഡർ ചെയ്തു. സർക്കിളിനും റെക്ടാങ്കിളിനൂടെ കോമൺ ആയിട്ട് വരുന്ന എന്തേ ഉള്ളൂ? ഈ ഇത് മാത്രം, ഈ 15 മാത്രം. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 15 ആയിരിക്കും. സോ എവിടെ വരും? ഓപ്ഷൻ 2 15 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൂടി കമന്റ് ചെയ്യുക. Please subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.